10 അവേഴ്സ് തമിഴ് സിനിമ റിവ്യൂ ആണ് പറയാൻ പോണത്. 10 അവേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ട് വരുന്നത് സിബി സത്യരാജ് എന്നൊരു ആക്ടറാണ്. വെറസ്റ്റൈൽ ആക്ടറാണ് പുള്ളി. അങ്ങനെ എപ്പോഴും സിനിമകളൊന്നും ചെയ്യത്തില്ല. ഒരു നീണ്ട ഗ്യാപ്പിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്ക്രിപ്റ്റാണ് സിബി സത്യരാജ് ചെയ്യുന്ന. ആക്ടർ സത്യരാജിൻ്റെ മകനാണ് സിബി സത്യരാജ്. ഈ സിനിമ 10 അവേഴ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. മർഡർ ഇൻവെസ്റ്റിഗേഷനാണ് സിനിമയിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ഒരൊറ്റ നൈറ്റ് അടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നായകൻ പോലീസ് ഓഫീസറാണ്. കാസ്റ്റർ എന്നാണ് പേര്. ശബരിമല പോലുള്ള ഒരു ടൈമിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു കേസ് അന്വേഷണമൊക്കെ വരുന്നത്. പിന്നെ ഒട്ടുമിക്ക താരങ്ങൾ വേറെയുണ്ട്. ബിഗ് ബോസ് ഫെയിം കെമി, വൈശാലി കെമിക്കർ എന്നൊരാളൊരു വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗേളിൻ്റെ ഒരു മിസ്സിങ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിങ്ങനെ പോയിട്ട് പിന്നെ അതൊരു മർഡർ കേസാവുന്നതും അതിലെ പ്രതികളായിരുന്നു. പിന്നെ ആദ്യത്തെ ആ ഒരു കേസ് എന്താണെന്നൊക്കെ അന്വേഷിപ്പൊന്നാണ് ഈ ഒരു തീമെന്ന് പറയുന്നത്. കൊള്ളാം, നൈസായിട്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു 10 കൊല്ലം മുമ്പിറങ്ങിയ വിജയ് സിനിമയെ തെറി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു രാജി മിസ്സിങ് കേസ്, ഈ ഒരു കേസിൻ്റെ ഒരു എലമെൻറ്റുകളൊക്കെ ആയിട്ടൊക്കെ അല്ലേ ആ ഒരു ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതുമായിട്ട് നല്ലൊരു സാമ്യമുള്ള ഒരു സീക്വൻസുകൾ കാണാൻ വേണ്ടി പറ്റി. പിന്നെ കുറേ അഭ്യൂഹങ്ങളായിട്ട് ഇയാളാണോ പ്രതി, അതാണോ പ്രതി, ഇതാണോ പ്രതി എന്നുള്ള ഒരു കാറ്റഗറി കൂടെ സിനിമ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ആൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. പക്ഷേ നായകൻ്റെ പെർഫോമൻസും നായകന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ സൂപ്പറാണ്. പക്ഷേ സഹതാരങ്ങളായി വരുന്ന ആരുടെയും പെർഫോമൻസ് അത്ര വർക്കൗട്ടായില്ല. ആ ഒരു സ്ക്രിപ്റ്റ് സ്പേസ് വളരെ മോശമായിരുന്നു എന്നാണ് തോന്നിയത്. പക്ഷേ കണ്ടിരിക്കാം, ഒരു ലാഗടിയില്ല. ചെറുതായിട്ടൊക്കെ ഒരു ഗൂസ് ബംസ്, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറൊക്കെ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് ഇതാണ് 10 അവേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്. മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വൺ ടൈം സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് 10 അവേഴ്സ് എന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ പറയാനായിട്ട്.